ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതും നമ്മുടെ ചക്ക കൊണ്ട് 5-6 ചക്കച്ചോള കൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ നെയ്യൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളേ. അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല തേൻ വരിക്കയുടെ ചക്കച്ചോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 6 ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തു പോയ ചുളേനെക്കാട്ടിലും നമുക്ക് ഇത്തിരി കുറച്ച് പഴുപ്പ് കുറവുള്ള ചുളയായിരിക്കും കേട്ടോ നന്നായിരിക്കുക. അപ്പോൾ നമ്മളിതിനെ നെയ്യിൽ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒത്തിരി നമ്മൾ നന്നായിട്ട് വാട്ടൊന്നും വേണ്ട, ചെറുതായിട്ട് ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് ശർക്കര മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകി നമ്മുടെ ചക്കയിലേക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ ഇതേ ശർക്കരയൊക്കെ അത്യാവശ്യം ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് 1-2 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇനി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ചക്കയിലേക്കൊക്കെ ശർക്കര നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് വല്ലാതെ കുഴഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല കട്ടയ്ക്കായിട്ടുള്ളതാണ് വേണ്ടത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരുപാട് നേരമൊന്നും നമ്മളിത് വെക്കണമെന്നില്ല. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും തണുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കണം. നമ്മൾ ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ സാധാരണ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് നിറത്തിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു നുള്ളു ഉപ്പും പഞ്ചസാരയൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസായി പോവാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നോക്കൂ, ഇതേപോലെ ഏകദേശം നമ്മുടെ ഗോതമ്പ് ദോശയുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണ്ണിയപ്പക്കല്ല് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നെയ്യായിരിക്കും കുറച്ചും കൂടെ ഒന്ന് നന്നായിരിക്കുക. അപ്പോൾ അതേപോലെ ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം നമ്മൾ തയ്യാറാക്കിയ മാവുണ്ടല്ലോ, അത് കുറേശ്ശെ ഏകദേശം ഒരു 1/4 ഭാഗം മാത്രം കുഴിയുടെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫില്ലിങ് അത് അത്യാവശ്യം നല്ലോണം വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്തു. ഇനി മാവ് ഇതിനെ മൂടുന്ന വിധത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതിനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുകയാണേ. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. 1-2 മിനിറ്റിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് മറിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ആരെങ്കിലും ചെയ്തു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളും ചെയ്തു നോക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുമായിട്ടും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേപോലെ ഒന്ന് മറിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സൈഡിൽ കൂടെ കുറച്ച് നെയ്യൊക്കെ തൂത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നെയ്യൊന്നും തൂത്ത് കൊടുക്കുന്നില്ല, നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതിനൊന്ന് മാറ്റട്ടെ. ഇനി ബാക്കിയുള്ള മുഴുവൻ മാവും ഞാൻ ഇതേപോലെ തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിലത്തെ ഫില്ലിങ് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പലഹാരങ്ങളെയും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ പലഹാരം എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ വളരെ വ്യത്യസ്തമാർന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.